അയോധ്യയിലെ രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠ ഇന്ന് 12:29:08 12:30:32 ഇടയിലെ 84 സെക്കൻഡിൻ്റെ മുഹൂർത്തത്തിൽ നടന്നു. നൂറ്റാണ്ടുകൾ നീണ്ട കാത്തിരിപ്പിന് ശേഷമാണ് രാംലല്ലയ്ക്ക് വീടൊരുങ്ങിയത്. കാശിയിലെ പുരോഹിതൻ ലക്ഷ്മികാന്ത് ദീക്ഷിതിൻ്റെ നേതൃത്വത്തിൽ അനുഷ്ഠാന കർമ്മങ്ങൾ ഇന്ന് രാവിലെ 10:30 തുടങ്ങി. ഇന്ത്യയുടെ പ്രധാനമന്ത്രി മോദിജി 5 മണിക്കൂർ അവിടെ ചെലവിട്ട് കഴിഞ്ഞു. 12:20 പ്രതിഷ്ഠാ കർമ്മങ്ങൾ തുടങ്ങി. മുഖ്യ യജമാനൻ പ്രധാനമന്ത്രി മോദിജി തന്നെയായിരുന്നു. കൂടാതെ 14 ദമ്പതികൾ സഹ യജമാനന്മാരായി അവിടെയുണ്ടായിരുന്നു. സഹ യജമാനന്മാരുടെ കൂട്ടത്തിൽ പ്രമുഖരായ 5 പേരുണ്ടായിരുന്നു. നരേന്ദ്ര മോദിജിക്ക് പുറമെ RSS സർവസംഘ ചാലക് മോഹൻ ഭാഗവത്, ശ്രീരാമ ജന്മഭൂമി തീർത്ഥ ട്രസ്റ്റ് പ്രസിഡന്റ് മഹന്ത് മഹാരാജ്, UP ഗവർണർ ആനന്ദി ബെൻ പട്ടേൽ, UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, ഇവരെ 5 പേര് സഹയജമാനന്മാരായി. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആ രാമക്ഷേത്രം 1500 ശേഷം അത് ക്ഷേത്രത്തിൻ്റെ നിലവാരത്തിൽ നിന്ന് മാറി അവിടെ ഒരു മുസ്ലിം പള്ളി വന്നു എന്നാണ് ചരിത്രം പറയുന്നത്. 1992 RSS സേവകർ ആ പള്ളി പൊളിച്ചു. അതിനുശേഷം രാമ ജന്മഭൂമിയുടെ സ്ഥലത്ത് രാമക്ഷേത്രത്തിൻ്റെ സുപ്രീം കോടതിയുടെ വിധിയെ തുടർന്ന് പണി ആരംഭിച്ചു. 3 വർഷം കൊണ്ട് പണി തീർത്തു എന്നുള്ളതാണ് അതിൻ്റെ മാഹാത്മ്യം. അതിൻ്റെ പ്രതിഷ്ഠ 51 ഇഞ്ച് പൊക്കമുള്ള 5 വയസ്സുള്ള ശ്രീരാമൻ്റെ രൂപമാണ് വിഗ്രഹത്തിന്. ശില്പി കർണാടകക്കാരൻ അരുൺ യോഗിരാജ് പണിത 51 ഇഞ്ച് പൊക്കമുള്ള ശ്രീരാമൻ്റെ വിഗ്രഹമാണത്. ചെറുപ്പം 5 വയസ്സുള്ള ഒരു കുട്ടിയുടെ വിഗ്രഹമാണ് ആ ശില്പി തീർത്തത്. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 8000 പേരോളം ക്ഷണിക്കപ്പെട്ടു. ചടങ്ങിന് 125 പാരമ്പര്യ സന്യാസിമാരുടെ വർഗത്തിന് ആ റെപ്രസെൻറ്റേറ്റീവ് അവരും അവിടെ ഹാജരായി. PT ഉഷ അടക്കം 20 ഇന്ത്യയിലെ പ്രമുഖർ, അതുപോലെ 22 സന്യാസി വര്യന്മാർ, ഇത്രയും പേരും ഈ ചടങ്ങിന് പങ്കെടുത്തു. കഴിഞ്ഞ ജനുവരി 14 മുതൽ അയോധ്യ രാമോത്സവത്തിൻ്റെ ഭാഗമാകാൻ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ധാരാളം പേര് അവിടെ വന്നു ചേർന്നുകൊണ്ടിരുന്നു. അവരാരും മടങ്ങിപ്പോയില്ല. പ്രതിഷ്ഠ കഴിഞ്ഞ ശേഷം മാത്രമേ അവർ മടങ്ങുകയുള്ളൂ എന്ന് പറഞ്ഞ് ജനുവരി 14 മുതൽ 10,000-കണക്കിന് ആൾക്കാർ അയോധ്യയിൽ തമ്പടച്ചിരിക്കുകയാണ്. ഇന്ത്യയുടെ എല്ലാ സ്റ്റേറ്റിൽ നിന്നും പ്രതിനിധികളും രാഷ്ട്രീയ നേതാക്കന്മാരും ഒക്കെ വന്നു കഴിഞ്ഞിരിക്കും. ഈ ക്ഷേത്രത്തിൽ ഏകദേശം പ്രതിദിനം 1,00,000 പേർക്ക് അവിടെ ശ്രീരാമനെ കണ്ട് വണങ്ങി പ്രാർത്ഥിച്ചു പോകാനുള്ള സൗകര്യമുണ്ട്. ഒരു സമയം 1500 പേർക്ക് ശ്രീരാമനെ ദർശിക്കാം. ക്ഷേത്ര സമുച്ചയം 70 ഏക്കറിന് അതിനുള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത്. രാമക്ഷേത്രം ചുറ്റളവ് ഏകദേശം 2.77 ഏക്കർ മാത്രമാണ്. പക്ഷേ 70 ഏക്കറാണ് ആ ക്ഷേത്രത്തിൻ്റെ പരിധിക്കുള്ളിൽ വരുന്ന സ്ഥലങ്ങൾ. 44 വാതിലുകളുണ്ട് അതിന്. അത് തേക്ക് മരത്തിൽ നിർമ്മിച്ചതാണ്. ഇരുമ്പ് വാതിലുകളൊന്നും ക്ഷേത്രത്തിനില്ല. 3 നിലയാണ് അതിൻ്റെ
ഉയരം 161 അടിയാണ്. 17,000 കല്ലുകൾ പല സ്ഥലങ്ങളിൽ നിന്ന് പണിത് അവിടെ കൊണ്ടുവന്ന് ആണ് ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. 44 വാതിലുകൾ തേക്ക് തടി എന്ന് പറഞ്ഞാൽ കേരളത്തിൽ നിന്നും തേക്ക് തടി പോയിട്ടുണ്ട്. 14 വാതിലുകൾ സ്വർണം പൂശിയതാണ്. 92 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ അവിടെ വന്നിരിക്കുന്നു. ഏതായാലും അയോധ്യയിലെ വാൽമീകി വിമാനത്താവളത്തിലെ 100ഓളം ചാർട്ടേഡ് വിമാനങ്ങളാണ് വന്നിറങ്ങിപ്പോയത്. ശ്രീരാമൻ ഇന്ത്യയുടെ പാരമ്പര്യം BC മുതൽ നമ്മുടെ പൈതൃകം ശ്രീരാമൻ്റെ കാലഘട്ടം മുതലാണ്. നമ്മുടെ പൈതൃകത്തിന് ദൈവികമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ദൈവികമായ ആത്മീയമായ വികാരങ്ങളും വിചാരങ്ങളും ഒക്കെ വന്നു ചേർന്നത്. അത് ക്രിസ്തുവർഷത്തിന് മുമ്പേയാണ്. അത് ഇന്ത്യയുടെ പൈതൃകമാണ്. ശ്രീരാമൻ്റെ ജന്മസ്ഥലം, ആ സ്ഥലത്ത് തന്നെ ശ്രീരാമൻ ഇപ്പോൾ 5 വയസ്സുള്ള ഒരു കുട്ടിയുടെ രൂപമാണ് ആ പ്രതിഷ്ഠയ്ക്കുള്ളത്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ രാഷ്ട്രീയ അല്ലെങ്കിൽ വാഗ്ദാനം ഒന്ന് രാമക്ഷേത്രം പണിയും എന്നുള്ളതായിരുന്നു. അദ്ദേഹം യജമാനനായി, പ്രഥമ യജമാനനായി അദ്ദേഹം ആ കർമ്മത്തിൽ പങ്കെടുക്കുകയും സന്യാസിവരന്മാരുടെ വാക്കുകൾ അനുസരിച്ച് അനുഷ്ഠാന കർമ്മങ്ങളിൽ പങ്കെടുക്കുകയും ആ 84 സെക്കൻഡിനുള്ളിൽ ആ പൂജകളെല്ലാം മഹർഷിമാരും പുരോഹിതരും പറഞ്ഞ അനുസരിച്ച് തീർക്കുകയും ചെയ്തു. അദ്ദേഹം അവിടെ ക്ഷേത്ര ട്രസ്റ്റിൻ്റെ പ്രസിഡൻറ്റ് മഹന്ത് മഹാരാജാവ് പ്രസംഗിച്ച ശേഷം പ്രധാനമന്ത്രി പ്രസംഗിക്കുകയും അവിടെ പ്രമുഖരായ 4-5 പേര് സംസാരിക്കുകയൊക്കെ ചെയ്തു. ഇന്ത്യയുടെ എല്ലാ ഭാഗത്തു നിന്നും അങ്ങോട്ട് അയോധ്യയിലേക്ക് ഇനി തീർത്ഥാടകരുടെ പ്രവാഹമായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. രാമക്ഷേത്രം പണിത് തീർക്കാനായിട്ട് വളരെ വേഗത്തിൽ സുപ്രീം കോടതി ജഡ്ജ്മെൻറ്റിന് ശേഷം 3 വർഷത്തിനുള്ളിൽ അത് പണിത് തീർത്തു എന്നതാണ്. അത് വിവിധ സ്ഥലങ്ങളിൽ വെച്ച് 10,000-കണക്കിന് ആളുകൾ 17,000 കല്ലുകൾ അടിച്ച് നിരത്തി രൂപപ്പെടുത്തിയെടുത്ത് അവിടെ കൊണ്ടുവന്നിട്ടാണ് ഈ മഹാക്ഷേത്രം അവിടെ പണിതുയർത്തിയത്. 161 അടി പൊക്കം, 3 നിലയിലാണ് അത് തീർത്തിരിക്കുന്നത്. ഏതായാലും ഇന്ത്യയുടെ ചരിത്രത്തിലെ ഒരു നാഴികക്കല്ല് തന്നെയാണ് ഈ രാമക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠയും. അത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി തന്നെ അതിൻ്റെ യജമാനനായി വന്നു എന്നുള്ള പ്രത്യേകതയും ഇതിനകത്തുണ്ട്. ഇന്ത്യയിലെ എല്ലാ VIP-കളെ 8,000-ഓളം ആൾക്കാരെ ക്ഷണിച്ചു വരുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇന്ത്യയുടെ പാരമ്പര്യമനുസരിച്ച് നമ്മുടെ സന്യാസിവര്യന്മാർക്ക് പ്രാമുഖ്യം കൊടുത്തുകൊണ്ട് ആ ചടങ്ങുകളെല്ലാം നടക്കുകയും ചെയ്തു. അതിന് ഇന്ന് മുതൽ കർമ്മങ്ങളെല്ലാം തീർന്ന ശേഷം നാളെ മുതൽ പൊതുജനങ്ങൾക്ക് രാമക്ഷേത്രം സന്ദർശിക്കാനുള്ള അവസരം ഒരുക്കുകയും ചെയ്തിരിക്കുകയാണ്.